ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. 2024 മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു വർഷമായിരുന്നു എന്ന് പറയാം. കാരണം ഭൂരിഭാഗം ചിത്രങ്ങളും ഇവിടെ വിജയിച്ചു. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 സിനിമകളെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഞാൻ കണ്ട 10 സിനിമകൾ, അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 സിനിമകൾ ഏതൊക്കെയാണെന്നാണ്. ഇതിൽ ഞാൻ കണ്ടതാണ്, അല്ലെങ്കിൽ ഞാൻ കണ്ട സിനിമകൾ മാത്രമാണ് ഇതിൽ പറയുന്നത്. ഇതിൽ വളരെ ഹിറ്റായ ചില സിനിമകൾ ഞാൻ കാണാത്ത സിനിമകളുണ്ട്. പക്ഷേ അത് ഞാൻ കാണാത്തത് കൊണ്ട് അതിൻ്റെ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. മലയാളം കൂടാതെ തമിഴും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ കണ്ട തമിഴും മലയാളവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 സിനിമകൾ. അതിൽ 10ാം സ്ഥാനത്തുള്ളത് പവി കെയർ ടൈഗറാണ്. ദിലീപ് നായകനായ ചിത്രം. വിനീത് കുമാറാണ് ചിത്രം സംവിധാനം ചെയ്തത്. പവി കെയർ ടൈഗർ. 9ാം സ്ഥാനത്തുള്ളത് വേട്ടയനാണ്. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകനായ ചിത്രം. ലൈക്കയായിരുന്നു ഇതിൻ്റെ പ്രൊഡ്യൂസർ. ലൈക്ക പ്രൊഡക്ഷനായിരുന്നു ഇതിൻ്റെ പ്രൊഡ്യൂസർ. TJ ജ്ഞാനവേൽ, JBM ഡയറക്ടർ TJ ജ്ഞാനവേലായിരുന്നു ഇതിൻ്റെ സംവിധാനം. രജനീകാന്തിനെ കൂടാതെ അമിതാഭ് ബച്ചനും മഞ്ജു ചേച്ചിയുമൊക്കെ അഭിനയിച്ച സിനിമയായിരുന്നു വേട്ടയൻ എന്ന. അനിരുദ്ധിൻ്റെ പാട്ടുകൾ കൊണ്ടും വളരെയധികം മോളമുണ്ടാക്കിയ മനസ്സിലായ സോങ്ങൊക്കെ ആയിരുന്നു വേട്ടയൻ എന്നത്. നമ്പർ 8 ദളപതി വിജയുടെ, കേരളത്തിൻ്റെ ദത്തുപുത്രൻ ദളപതി വിജയുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ടായിരുന്നു. ഗോട്ട ഇഷ്ടപ്പെടുവാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ശിവകാർത്തികേയൻ്റെ ആ ഒരു ഇതും ഗസ്റ്റ് റോളും പിന്നെ അജിത്തിൻ്റെ റെഫറൻസും ഒക്കെ കൊണ്ട് അതൊരു വളരെയധികം ഒരു വിജയുടെ സിനിമയിൽ മറ്റ് നടന്മാരുടെ കാര്യങ്ങളൊന്നും ഇങ്ങനെ ഉണ്ടാവാറില്ല. അതൊക്കെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഒരു ഇതായിട്ട് തോന്നി. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആയിരുന്നു. വെങ്കട് പ്രഭു ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ദ ഗോട്ട്. 7ാം സ്ഥാനത്തുള്ളത് വിജയ് സേതുപതിയുടെ മഹാരാജ, അദ്ദേഹത്തിന് 50ാമത്തെ ചിത്രം. ചിത്രം സംവിധാനം ചെയ്തത് നിതിലൻ സ്വാമിനാഥനായിരുന്നു. തുടർ പരാജയങ്ങൾക്ക് ശേഷം വിജയ് സേതുപതി തിരിച്ചു വന്നൊരു ചിത്രമായിരുന്നു മഹാരാജ. 50ാമത്തെ ചിത്രം. ചൈനയിൽ പോലും ചിത്രം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ബെഞ്ച് മാർക്ക്, അല്ലെങ്കിൽ വിജയ് സേതുവിൻ്റെ കരിയറിൽ നല്ലൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തൊരു സിനിമയായിരുന്നു മഹാരാജ എന്നത്. നമ്പർ 6 6ാം സ്ഥാനത്തുള്ളത് ബ്രഹ്മയുഗമാണ്. രാഹുൽ സദാശിവനായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. മമ്മൂക്കയുടെ ടെറിഫിക് പെർഫോമൻസ് എന്ന് തന്നെ പറയാം. വളരെയധികം എൻജോയ് ചെയ്ത ഒരു ചിത്രമായിരുന്നു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡലിൽ എടുത്തുകൊണ്ട് 4 ഇഞ്ചും ക്യാരക്ടറെ വെച്ചുകൊണ്ട് നമ്മളെ തിയേറ്ററിൽ പിടിച്ചിരുത്തിയ ഒരു ചിത്രം പ്രമേയമാണ് 6ാം സ്ഥാനത്ത്. നമ്പർ 5 കൺമണി അൻപോട് കാതലൻ. യെസ്, തമിഴ്നാടിനെ പോലും പിടിച്ചു പിടിക്കുക മഞ്ഞുമൽ ബോയ്സ്. അതായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടതിൻ്റെ 5ാം സ്ഥാനത്തുള്ളത് മഞ്ഞുമൽ ബോയ്സ്. ചിദംബരമായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിൽ നിന്ന് ചിത്രം തകർത്തോടി. നമ്പർ 5. നമ്പർ 4 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിൽ 4ാം സ്ഥാനത്തുള്ളത് പണിയാണ്. ജോജി ജോർജ് സംവിധാനം ചെയ്ത ചിത്രം പണി. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു പണി. പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഒക്കെ വളരെയധികം സാറ്റിസ്ഫാക്ഷൻ കണ്ട് ഇറങ്ങുവാനായിട്ട് സാധിച്ച ഒരു ചിത്രമായിരുന്നു പണി എന്നത്. നമ്പർ 3 ഇപ്പോൾ തകർത്തോടിക്കൊണ്ടിരിക്കുന്ന മാർക്കോ. നമ്പർ 3 ഉണ്ണിമൂതൻ നായകനായ ചിത്രം. ഹനീഫ് അദേനിയായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. വയലൻസിൻ്റെ അങ്ങേയറ്റം, അതായത് ബോളിവുഡിൽ പോലും മലയാള സിനിമ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു ഉദയം കണ്ടൊരു ചിത്രം. ഉണ്ണിമുകുന്ദൻ്റെ തകർപ്പൻ പെർഫോമൻസ് കൊണ്ട് ഇപ്പോഴും തിയേറ്ററിൽ നിറഞ്ഞോടുന്ന മാർക്കോയാണ് നമ്പർ 3. അതിൻ്റെ നമ്പർ 2 ഓയ് മമ്മൂട്ടി ചേട്ടാ, മമ്മൂട്ടിയല്ല ഇന്ദുറബേക്ക വർഗീസ്. യെസ്, തമിഴ്നാടിനെ പിടിച്ചു പിടിക്കുക അമരൻ. തമിഴ്നാടിനെ മാത്രമല്ല കേരളത്തിലും നല്ലൊരു ഹിറ്റായിരുന്നു ചിത്രം അമരൻ. മേജർ മുകുന്ദ വരദരാജൻ്റെ ലൈഫ് സ്റ്റോറി പറയുന്ന അമരൻ. ശിവകാർത്തികേയനും സായി പല്ലവിയും മത്സരിച്ച് അഭിനയിച്ചപ്പോൾ തമിഴിലെ ഏറ്റവും വലിയൊരു ബ്ലോക്ക് ബസ്റ്ററായി മാറിയ അമരനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. 2ാം സ്ഥാനത്തുള്ളത്. അതിൻ്റെ നമ്പർ 1 എൻ്റെ മാത്രമല്ല ഈ വർഷം ഒരുപാട് ആൾക്കാരുടെയും ഫേവറേറ്റ് മൂവി ഇതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേതാണെന്ന് വെച്ചാൽ എടാ മോനെ, ഫഹദ് ഫാസിൽ അഴിഞ്ഞാടി എന്ന് പറയും. ഫഹദ് ഫാസിൽ അർമാദിച്ച സിനിമ, ആറാടിയ സിനിമ ആവേശമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിൽ 1ാം സ്ഥാനത്തുള്ളത്. നല്ല അടിപൊളി പാട്ടുകളോടും എല്ലാം കൊണ്ടും വേറെ ലെവലായിരുന്നു ചിത്രം. ചിത്തുമാധവൻ സംവിധാനം ചെയ്ത ആവേശം. റിപ്പീറ്റ് ഓഡിയൻസ് ഇടിച്ചു കയറിയൊരു സിനിമയായിരുന്നു, പ്രത്യേകിച്ച് യൂത്ത് ഓഡിയൻസ്. ആവേശം എന്നത് ഫഹദിൻ്റെ തെർപ്പിക് പെർഫോമൻസ്. എടാ മോനെ, ഇതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2024 കണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സിനിമ എന്നത് അമരൻ. ഇതിൽ വളരെ ഹിറ്റായ മറ്റു ചിത്രങ്ങളുണ്ട്, അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ട ചിത്രങ്ങളുടെ മാത്രം ലിസ്റ്റാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.